80 കോടി ജനങ്ങൾക്ക് അരി ഫ്രീ ആയിട്ട് നൽകുവാൻ നിശ്ചയിച്ച സർക്കാർ ഏതാണ്ട് 10,000 ജനൌഷധി കേന്ദ്രങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്ന അതിന് 983 കേരളത്തിൽ തുടങ്ങി. ഞാനിങ്ങനെ പറയുന്നില്ല, കാരണം ഒരു നീണ്ട നിരയായി പോകും. ഈ ചർച്ച അങ്ങോട്ട് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കാരണം മരുന്നിന്റെയും ആരോഗ്യത്തിന്റെയും കാര്യം മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സേവന പ്രവർത്തനം നടത്തുന്നു. പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ CPM-ന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വിചാരം മലയാളികളെ, പ്രത്യേകിച്ച് അവരുടെ വിദേശത്ത് താമസിക്കുന്ന ഹയാത്തിലും താജിലും താമസിക്കുവാൻ കഴിവുള്ള മലയാളികളെ കൂട്ടിച്ചേർത്താൽ മാത്രമേ മലയാളികളുടെ ഐക്യപ്പെടൽ ശരിയാവുകയുള്ളൂ, അല്ലെങ്കിൽ മലയാളിത്തത്തിലും കേരളത്തിലും വലിയ വികസനം ഉണ്ടാവുകയുള്ളൂ. അതാണ് മലയാളിത്ത നവീകരണത്തിന്റെയും മലയാളിത്ത ഒരു വികസനത്തിന്റെയൊക്കെ ഭാഗം എന്ന് അവർ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ആരെയാണ് ചേർത്ത് പിടിക്കേണ്ടത്? ചേർത്ത് പിടിക്കേണ്ടത് കേരളത്തിലെ പാവപ്പെട്ടവനെയല്ലേ? കേരളത്തിൽ ചേർത്ത് പിടിക്കേണ്ടത് അരി കിട്ടാത്തവനെയും പെൻഷൻ കിട്ടാത്തവനെയല്ലേ? അവന്റെ ഒരു ഈ നവകേരള സദസ്സ് നടത്തുമ്പോൾ അവൻ നൽകുന്ന ഒരു അഭ്യർത്ഥനയും അല്ലെങ്കിൽ അവന്റെ കംപ്ലൈന്റ് പോലും നേരിട്ട് കേൾക്കാൻ മേടിക്കാൻ മടിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരും അതിന്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എങ്ങനെയാണ് കോടീശ്വരന്മാരോടൊപ്പം ചിരിച്ചു കളിച്ച് ഇത്രയും കോടി രൂപ മുടക്കിക്കൊണ്ട് ജീവിക്കാൻ അല്ലെങ്കിൽ 2-3 ദിവസം ചെലവിടാൻ കഴിയുന്നത്? അപ്പോൾ ആ ഭരണ നേതൃത്വം ഭരണയന്ത്രവും പൂർണ്ണമായി ആ സമയങ്ങളിൽ തടസ്സപ്പെടുമ്പോൾ അത് ആരെയാണ് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നത്? ഇദ്ദേഹം രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഞങ്ങൾ ഖജനാവിൽ നിന്ന് ഈ പണം എടുക്കുന്നില്ല എന്നാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇത്തരത്തിൽ ഈ ഒരു നവകേരള സദസ്സിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സഭകൾക്കും വേണ്ടി ചിലവാക്കുന്ന സ്പോൺസേഴ്സ് സംസ്ഥാന സർക്കാരിന്റെ നിന്ന് കൃത്യമായി എന്തെങ്കിലും ലാഭം ലഭിക്കാതെ ഇത്തരത്തിലുള്ള സ്പോൺസർഷിന് വേണ്ടി വന്ന് നിൽക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇലക്ട്രൽ ബോണ്ടിൽ ഇത്തരത്തിൽ ഫണ്ട് നൽകുമ്പോൾ അവർ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഫേവറിറ്റിസം നടക്കുന്നു എന്ന് ആരോപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള സഭകളെ സ്പോൺസർ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ത്യാഗം സഹിച്ചാണ് നിങ്ങൾ നേട്ടമുണ്ടാക്കി കൊടുക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം കേൾക്കുവാനും ജനങ്ങൾക്ക് ഭക്ഷണം നൽകുവാനും കോടികൾ ചെലവാക്കും എന്ന് വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരാണോ നിങ്ങൾ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ മാസം തന്നെ വിദേശത്ത് പോയിട്ട് വിദേശത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ടു വരുന്ന ആളുകൾക്ക് പെൻഷൻ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. അത്തരത്തിലുള്ള മലയാളികളെ തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന് ഇവിടെ ഒരു ജീവിക്കാൻ വകയില്ലാതെ നിൽക്കുന്ന പലരും ഒരു ആറാറൊക്കെ നേരിടുന്ന ആളുകളെ അവരെ ഒത്തുപിടിക്കുവാനായിട്ടാണ്, അവരെ ചേർത്ത് പിടിക്കുവാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കേണ്ടത്. അവിടെയാണ് മലയാള തനിമ ഉയർത്തി കാണിക്കേണ്ടത്. അതല്ലാതെ RSSനെയും BJPയെയും കുറ്റം പറഞ്ഞുകൊണ്ടല്ല മലയാള തനിമയ്ക്ക് കൂടുതൽ മികവേകേണ്ടതും അതുപോലെ തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടതും. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഭരണ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഈ സംസ്ഥാനത്തിന് FDI ഇൻവെസ്റ്റ്മെന്റ്, ഹസ്കർ നിയമം പഠിച്ച ആളാണ്, അത്തരത്തിലുള്ള എക്കണോമിക്സും പഠിച്ച ആളാണ്. FDIയിലെ സംസ്ഥാന സർക്കാരിന്റെ നില എത്ര പരിതാപകരമാണ് പറയാൻ പറ്റുമോ? ഈ സംസ്ഥാനത്തിന്റെ പല കാര്യങ്ങളും നിങ്ങൾ പറയുന്നുള്ള ഇത് കേരളമാണ്, കേരളത്തിന്റെ ഐക്യം, കേരളത്തിന്റെ വളർച്ച, കേരളത്തിന്റെ സാമ്പത്തിക ഉന്നതി. ഈ സംസ്ഥാനത്ത് ഇത്രയേറെ നവകേരള സഭകളും അതുപോലെയുള്ള കേരള സഭകളെല്ലാം നടത്തിയിട്ടും വിദേശത്ത് ഇത്രയേറെ ആളുകൾ സ്വന്തം അംബാസിഡറായി ലോകത്തെങ്ങുമില്ലാത്ത തരത്തിലുള്ള കേരളത്തിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ലോകമെമ്പാടും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ FDI ഇൻവെസ്റ്റ്മെന്റ് ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 1% പോലും ഇല്ലാത്തത്? ഡൽഹിയും തമിഴ്നാടും വരെ 5-3% മേടിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് UP 20 സംസ്ഥാനങ്ങൾക്ക് മുകളിൽ തങ്ങളുടെ FDI ഇൻവെസ്റ്റ്മെന്റ് മുന്നേറിയപ്പോൾ, അവർക്ക് FDI പോളിസി പുതിയമുണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന് 1% പോലും ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, ഇന്ത്യയിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ 1% പോലും നേടിയെടുക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ PLI സ്കീമുകൾ, എല്ലാ സംസ്ഥാനങ്ങളും PLI സ്കീമുകൾക്ക് പുതിയ പുതിയ പ്രൊജക്ടുകൾ നൽകിയപ്പോൾ ഈ സംസ്ഥാനത്തിന് പ്രൊജക്ട് പോലും നൽകിയിട്ടില്ല ഈ സംസ്ഥാന സർക്കാർ. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക പോലും ചെയ്യാത്ത സർക്കാർ. ഈ സർക്കാരാണോ കേരളത്തിൽ ഈ സഭകൾ ഉണ്ടാക്കിയിട്ട് മലയാളികളുടെ ഒരു നേട്ടം കൊയ്യാൻ വന്നത്? ഒരു കണക്കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹസ്കർ ഇതെല്ലാം പാവപ്പെട്ട മാസിച്ചേർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ കീഴിൽ, ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഒരു ഓവർസീസ് ഡെവലപ്മെന്റ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുമായിട്ട് ഒപ്പിട്ട സർക്കാർ ഒരു സ്ഥാപനമാണ്. ഇറ്റ്സ് എ ലിമിറ്റഡ് കമ്പനി. ഈ ODEPC കഴിഞ്ഞ 2016 മുതൽ 17 വരെ തുടങ്ങിയിട്ട് ഈ പറയുന്ന 2023 വരെ സംസ്ഥാന സർക്കാർ തന്നെ അവരുടെ എക്കണോമിക്കൽ സർവേയിൽ കണക്ക് നൽകിയിട്ടുണ്ട് എത്ര പേരെ കയറ്റി വിട്ടു എന്ന്.
എത്ര പേരായിരിക്കും? ഏതാണ്ട് 60ഓളം ജോലിക്കാരുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഈ 5-6 വർഷമായിട്ട് കിട്ടുന്നത്, 7 വർഷമായിട്ട് ഇവർക്ക് ഏറ്റുവിട്ടത് 2884. കഴിഞ്ഞ വർഷം ആകെ 154 പേരെയാണ് ഇവർ കയറ്റിവിട്ടുള്ളത്. കേരളത്തിലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ 10ഉം 20ഉം ജോലിക്കാരെ വെച്ച് ഓരോ മാസവും 100 കണക്കിന് ആൾക്കാരെ കയറ്റിവിടുന്നു ജോലിക്ക്. ഈ സംസ്ഥാന സർക്കാരിന് താല്പര്യം എന്നുള്ളതിന് തെളിവല്ലേ? ഈ സംസ്ഥാന സർക്കാർ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് കൈക്കൂലി വാങ്ങുന്നു ഈ CPM. അതുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ സ്ഥാപനമൊക്കെ തകർക്കുന്നത്. ഇങ്ങനെ ഓരോ കാരണങ്ങളിലും വിദേശ മലയാളികളെ തീവട്ടിക്കൊള്ളയ്ക്ക് വിധേയമാക്കുന്ന, സംസ്ഥാനത്തിലെ തൊഴിലിടങ്ങളിൽ പോലും വിദേശത്തേക്ക് കയറ്റി കൊടുക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ ഒരു നേതൃത്വപരമായ ഗുണപരമായ കാര്യങ്ങളും ചെയ്യാത്ത, ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിനെ കൊണ്ട് വിദേശ മലയാളികൾക്ക് യാതൊരു ഗുണവുമില്ലാത്ത, നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പിലാക്കാത്ത ഒരു സംസ്ഥാന സർക്കാരിനെ കുറിച്ച് അസ്കറിന്റെ മലയാള ഭാഷയുടെ സർവ്വശക്തിയും എടുത്ത് പ്രയോഗിച്ചാലും അതുകൊണ്ട് അതിനെ വെള്ളപൂശാൻ കഴിയില്ല എന്ന് ഈ ചർച്ച കേൾക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും.